ഓക്കെ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഒരു സെക്കൻഡ്. അവിടുത്തെ എനിക്ക് ഞാൻ പറഞ്ഞ കേൾക്കും നിങ്ങൾ അത്യാവശ്യപ്പെടല്ല. അവിടെ അവിടെ ആ അഡ്രസ് ബാർ കാണിക്കുന്നില്ലേ, അവിടെ എന്താണ് അജീഷ് തൊട്ട് wordpress.com വരെ മാത്രം കോപ്പി ചെയ്യും. മൊത്തം കോപ്പി ചെയ്യണ്ട. അജീഷ് തൊട്ട് അത്രയും കോപ്പി ചെയ്യാം. പുതിയ ടാബ് എടുക്കാം. അവിടെ google.com അടിക്കുക. മുകളിൽ google.com എന്ന് അടിക്കാം. പ്ലീസ് മുകളിൽ google.com എന്ന് അടിക്കുക. ഇപ്പോൾ ജോയിൻ ചെയ്താലോ? ഫാത്തിമയാണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? രൂപേഷ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. ഫാത്തിമയ്ക്ക് ഓഡിബിൾ ആണോ? ഫാത്തിമ ലാസ്റ്റ് ക്ലാസ്സിൽ വന്നില്ലേ? കേൾക്കുന്നുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിലേക്ക് ഹോസ്റ്റലിൽ പോകണമായിരുന്നു. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഫുൾ അറ്റൻഡ് ചെയ്തില്ലേ? പകുതിയപ്പോൾ പോയോ? അതിവിടെ കറണ്ട് പോയി. ഓക്കെ. ഇത് എന്താ അറിയാൻ പറ്റില്ല, നമ്മൾ അറ്റൻഡൻസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഓൺലൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യത്തില്ല, ആബ്സെൻ്റ് മാർക്ക് ചെയ്യും. അത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നോക്കി google.com ഓപ്പൺ ആക്കി അജീഷ്. ആ റിസൾട്ടിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് google.com ഓപ്പൺ ആക്കി. ഓക്കെ റൈറ്റ്. ഇനി ആ ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സ് ഉണ്ടോ, അവിടെ പേസ്റ്റ് കൊടുക്കുക. നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന URL പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുത്ത് വെയിറ്റ്. അപ്പോൾ അജീഷ് CVSE ലിസ്റ്റ് അജീഷ് തന്നെ അല്ലേ? അജീഷിൻ്റെ ബ്ലോഗാണ് അവിടെ ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്, ക്യാച്ച് ആയിട്ടുണ്ട്. അത് കൂടാഞ്ഞിട്ട് താഴെ അജീഷിൻ്റെ ബ്ലോഗിനകത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്നുള്ള ബ്ലോഗ് പോസ്റ്റും താഴെ ഇൻഡെക്സ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ മെയിൻ URLും ബ്ലോഗ് പോസ്റ്റും ആയിരുന്നു പബ്ലിഷ് ചെയ്യുന്നത്. ആ രണ്ടും ക്യാച്ച് ആയിട്ടുണ്ട്. എന്തായിരുന്നു പിന്നെ ഡൗട്ട്? അതെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വെബ്സൈറ്റിൽ ചിലപ്പോൾ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ പേജിനകത്തായിട്ട് മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വെബ്സൈറ്റ് നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ കിടക്കണം. ഇനി പുതിയ ടാബ് എടുത്ത് ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണ്ട. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണ്ട. അത് പോസ്റ്റ് ക്യാച്ച് ആയിട്ട് അതിനനുസരിച്ചുള്ള കണ്ടന്റ് അതിനകത്തുള്ളത് കൊണ്ടാണ്. ഇനി അവിടെ പേസ്റ്റ് കൊടുത്ത് URL പേസ്റ്റ് ചെയ്ത് നമ്മളെ കയ്യിലുള്ള URL പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ ഇവിടെ നമുക്ക് നമ്മളെ ബ്ലോഗ് പോസ്റ്റ് തന്നെയാണ് കാണിക്കുന്നത്. എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് എപ്പോഴോ ഇതൊരു ഫ്രീ വെർഷൻ ആയതുകൊണ്ട് ഇതിനകത്ത് ചിലപ്പോൾ ആഡ് കാണിക്കുന്നുണ്ടാവും. ആ സമയത്തായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ഇത് ക്യാച്ച് ആയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അതിനകത്തുണ്ടായിരുന്ന പരസ്യം എന്തോണം അതിനകത്ത് എടുത്തേക്കണം, ആ ഡിസ്ക്രിപ്ഷനായിട്ട് എടുത്തേക്കണം. ഡിസ്ക്രിപ്ഷൻ എടുക്കുന്ന സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് നിങ്ങൾക്കൊരു പാഠം കൂടിയാണ്. നമ്മളെ വെബ്സൈറ്റിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റ് പോർഷൻ എടുക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ പറ്റിയത് എന്താവാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ബ്ലോഗ് പോസ്റ്റ് ക്യാച്ച് ആകാൻ അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് ക്യാച്ച് ആവാൻ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ഇത് വരാൻ സാധ്യതയുണ്ടാവും. അങ്ങനെ വന്നതുകൊണ്ടാണ് ഈ ഓയിലിൻ്റെ സംഗതികൾ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വലിയ വിഷയമല്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ കൂടെ ഗൂഗിൾ സെർച്ച് കൺസോൾ എടുത്തിട്ട് ഹോം പേജ് ഒരിക്കൽ കൂടെ സബ്മിറ്റ് ചെയ്താൽ മതി. സെർച്ച് കൺസോൾ എടുത്ത് ഒരു പുതിയ ടാബ് എടുത്തിട്ട് ഗൂഗിൾ സെർച്ച് കൺസോളിലോട്ട് പോയി. ഗൂഗിൾ സെർച്ച് കൺസോൾ ഗൂഗിൾ സെർച്ച് കൺസോൾ എടുത്തിട്ട് അവിടെ എന്ത് ചെയ്യണം, അവിടെ URL ഇൻസ്പെക്ഷൻ കൊടുത്തിട്ട് നമ്മളെ ഇനി തൊട്ട് മുമ്പത്തെ ടാബ് എടുത്ത് ആ പ്രിഫിക്സ് അടക്കം കോപ്പി ചെയ്തെടുത്ത് എന്നിട്ട് ആ URL കോപ്പി ചെയ്തെടുത്ത് ഒരിക്കൽ കൂടെ. അപ്പോൾ പ്രിഫിക്സ് അടക്കം കിട്ടും. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ URLൻ്റെ കൂടെ നമ്മൾ വെച്ചിട്ട് അങ്ങനെ കോപ്പി ചെയ്യണ്ട. അത് കോപ്പി ചെയ്യണ്ട. അടുത്ത ടാബ് ഓപ്പൺ ആക്കി വെച്ചിട്ടില്ലേ, ആ URL എടുക്കും. ആദ്യം ആ URL കോപ്പി ചെയ്യും. അതിനാകുമ്പോൾ പ്രിഫിക്സ് മൊത്തം ഉണ്ടാവും. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ കണ്ടോ, HTTPS പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാവും. മൊത്തം കോപ്പി ചെയ്യും. ഓക്കെ. എന്നിട്ട് അവിടെ URL ഇൻസ്പെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എൻ്റർ കൊടുക്കുക. ഇത് നമ്മൾ ഹോം പേജിന് ഒരിക്കൽ കൂടെ ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്തേക്കണാണ്. വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കണക്ക് കേൾക്കുക. അവിടെ റൈറ്റ് സൈഡിൽ പേജ് വ്യൂ പേജ് ആണ്. താഴെ കണ്ടോ വ്യൂ പേജ് ക്രോൾഡ് എന്ന് പറഞ്ഞ സാധനം കാണിക്കുന്നുണ്ടോ? വ്യൂ ക്രോൾഡ് പേജ് താഴെ അവിടെ അല്ല. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പം URL ഈസ് ഓൺ ഗൂഗിൾ കാണിക്കുന്ന തൊട്ട് താഴെ വ്യൂ ക്രോൾഡ് പേജ്. അവിടെ ഒന്നുമല്ല, നമ്മൾ പച്ചറ്റിക്ക് കാണിക്കുന്ന തൊട്ട് താഴെ അവിടെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോൾ ചെയ്ത പേജ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് വന്നേക്കണം. എനിക്ക് ഒരു സെക്കൻഡ്. ഓക്കെ. അവിടെ നമ്മുടെ HTML കോഡുകൾ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത് സ്ക്രീൻഷോട്ട് എന്ന് കാണിക്കുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് കണ്ടല്ലോ.
ആ സ്ക്രീൻഷോട്ടിൽ എത്തുമ്പോഴത്തേക്ക് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്തേ. അവിടെ സ്ക്രീൻഷോട്ട് ഈസ് അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അവൈലബിൾ ഓൺലി ഇൻ ലൈവ് ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അജീഷ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് URL സബ്മിറ്റ് ചെയ്തപ്പം ഇത് മെയിൻ URL സബ്മിറ്റ് ചെയ്തപ്പോൾ URL ഈസ് ഓൺ ഗൂഗിൾ എന്ന് കാണിച്ചിട്ടുണ്ടാകും. അങ്ങനെ തന്നെ റിക്വസ്റ്റ് ഇൻഡെക്സ് ചെയ്ത് കൊടുത്താണ്. ലൈവ് ടെസ്റ്റ് അന്നേരം ചെയ്ത് കാണാൻ ചാൻസ് ഇല്ല. അഥവാ ലൈവ് ടെസ്റ്റ് ചെയ്തെങ്കിൽ തന്നെ അതിനകത്തുള്ള ഏതോ പരസ്യത്തിൻ്റെ വാക്യങ്ങളോ എന്തോ സാധനമാണ് ഗൂഗിൾ ക്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മൾ ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ അവിടെ പരസ്യം കാണിച്ചിട്ടുണ്ടായിരുന്നിരിക്കും. ആ സമയത്ത് അത് ക്യാച്ച് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ക്രോൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ക്രോൾ ചെയ്യപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെർച്ച് കൺസോൾ ഉപയോഗിക്കാതെയും ഗൂഗിൾ ക്രോൾ ചെയ്യപ്പെടാം. നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ലിങ്ക് ചെയ്യുന്ന വഴിയോ നിരന്തരം ഒരു 3-4 പ്രാവശ്യം വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അത് ക്രോൾ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ക്രോളിംഗ് നടന്നിട്ടുണ്ടാകാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകാം. ആ സമയത്ത് എന്തുണ്ടായിരുന്നില്ല? ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം അതിനകത്തുണ്ടായിരുന്ന എന്തോ പരസ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ വിസിബിൾ ആയിരുന്ന് കാണാൻ പറ്റിയതിന്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ലൈവ് URL കൊടുക്കുക. ടെസ്റ്റ് ലൈവ് URL കൊടുത്തേ. അപ്പോൾ ഒരു 10-25 സെക്കൻഡ് ചിലപ്പോൾ എടുക്കും. ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ടെസ്റ്റ് ലൈവ് URL കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ബ്ലോഗ് ഗൂഗിൾ എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നതിൻ്റെ ഒരു HTML വേർഷനും സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇപ്പം നമ്മളെ പേജിന് ഗൂഗിൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടല്ലോ. ഇനി ആ ലെഫ്റ്റ് സൈഡിലുള്ള ക്ലോസ് ബട്ടൺ അങ്ങ് കളയുക. ക്ലോസ് ചെയ്യുക. അവിടെ ക്ലോസ് ചെയ്തോ. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ ലൈവ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ രതീഷിൻ്റെ ബ്ലോഗ്, നിങ്ങൾ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും, രതീഷിൻ്റെ ബ്ലോഗ് സബ്മിറ്റ് ചെയ്യുമ്പം ആദ്യം URL സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് URL സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ മെയിൻ URL സബ്മിറ്റ് ചെയ്തപ്പോൾ, അതായത് ratheeshseo.wordpress.com എന്ന് പറയുന്ന മെയിൻ URL സബ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ടെസ്റ്റ് ലൈവ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ലൈവ് കൊടുത്തിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുത്തത്. ഇനിയിപ്പം ഒന്നും ചെയ്യാനില്ല, റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കുക. കാരണം ഇപ്പോൾ ക്യാച്ച് ചെയ്ത വേർഷൻ നമ്മൾ ഗൂഗിളിൻ്റെ അടുത്ത് പേജ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഇൻഡെക്സ് ചെയ്യാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. കൊടുത്താൽ മാത്രം മതി. ഇനി ചിലപ്പോൾ അടുത്തൊരു ക്യാച്ച്, ചിലപ്പോൾ ഈ ഒരു മെയിൻ URL ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ വരുമ്പോൾ ക്യാച്ച് എടുക്കും. ചിലപ്പം വലിയ ചേഞ്ചസും വന്നിട്ടില്ലാത്തത് കൊണ്ട് ചിലപ്പം അടുത്തൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നവരെ ചിലപ്പോൾ ഗൂഗിൾ വെയിറ്റ് ചെയ്യും, വലിയ ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ള നിലയ്ക്ക്. ചിലപ്പം പഴയ പോസ്റ്റിൻ്റെ ക്യാച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 3-4 മണിക്കൂർ മുമ്പ് പുതിയ ക്യാച്ച് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി URL സെർച്ച് ചെയ്യുമ്പോഴത്തേക്കോ ക്യാച്ച് ആയിട്ടുണ്ടോ നോക്കുമ്പോഴത്തേക്കോ ആ ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറും കേട്ടോ. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ റൈറ്റ്. ഓക്കെ. അപ്പം നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അജീഷ് വെരിഫൈ ചെയ്തിട്ട് URL സബ്മിഷൻ കൊടുക്കുമ്പോൾ URL ഇൻസ്പെക്ട് ആദ്യം കൊടുത്തപ്പം URL കൊടുത്തപ്പോൾ തന്നെ മെയിൻ URL കൊടുത്തപ്പോൾ തന്നെ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ചപ്പം ലൈവ് ടെസ്റ്റ് കൊടുക്കാൻ വിട്ട് പോയിട്ടുണ്ടാകാം. അപ്പം ഇപ്പം നമ്മൾ ലൈവ് ടെസ്റ്റ് കൊടുത്ത് അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തത്. അപ്പോൾ ഇൻഡെക്സ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ആരൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ട്? അജീഷിന് സ്ക്രീൻ ഷോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. വേറെ ആരൊക്കെ ഇതുപോലെ വെരിഫൈ ചെയ്തിട്ടുണ്ട്? നമുക്ക് വെരിഫൈ ചെയ്തിരിക്കുന്നത് നമ്മളെ ബ്ലോഗ് പോസ്റ്റ് വെരിഫൈ ചെയ്തിരിക്കുന്നത് രതീഷുണ്ട്. ഇപ്പോൾ അജീഷായി. ഇനി അടുത്ത ആളാ ആരാ? അടുത്ത അംബരീഷ് ബ്ലോഗ് പോസ്റ്റ് വെരിഫൈ ചെയ്തിട്ടുണ്ടോ? അംബരീഷ് കേൾക്കാമോ? അംബരീഷ് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആൻസിയിലേക്ക് വരാം. ആൻസി ബ്ലോഗ് പോസ്റ്റ് വെരിഫൈ ചെയ്തോ? ഞാൻ ചെക്ക് ചെയ്യണോ? ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഇനി ബാക്കി നിതിൻ ബ്ലോഗ് പോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നോ? നിതിൻ ഹരിദാസ്. നിതിൻ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യോ? കേൾക്കാമോ? ഇനി സ്ക്രീൻ കാണാം. രൂപേഷിന്റെ സ്റ്റാറ്റസ് എന്താ? സാർ എൻ്റെ ഓൾമോസ്റ്റ് തീർന്നു. കുറച്ചും കൂടി ഉണ്ട്. ഇന്ന് ഒരു ടെയിലെൻഡ് കൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ 2 ബ്ലോഗ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റുകളും ഗൂഗിളിനകത്ത് ഇപ്പം ഇത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് ഈ പ്രോസസ്സ് ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ക്യാച്ച് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിനകത്ത് ഇടണം കേട്ടോ. ഓക്കെ റൈറ്റ്. നോക്കിയാൽ നമുക്ക് ആൻസിയുടെ ബ്ലോഗല്ലേ ഇത്? ആൻസിയുടെ ബ്ലോഗിലേക്ക് വരാം. ഓക്കെ.
ആൻസർ ബ്ലോക്കിൽ എവിടെയാ കൺഫ്യൂഷൻ, എന്താ സംശയം പറഞ്ഞോളൂ. ഈ ഹെഡിങ് ഉണ്ടല്ലോ, ഇത് ഫസ്റ്റ് വൺ H1 ഇതാണ്, സെക്കൻഡ് അത് നിങ്ങൾ അത് സെലക്ട് ചെയ്തോ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് കിടക്കണതിനെ നിങ്ങൾ മാറ്റി എന്താക്കണം, ഹെഡിങ് ടാഗ് ആക്കണം. ഇത് ഹെഡിങ് അല്ലാന്ന് തോന്നണല്ലോ. ഒരു സെക്കൻഡ്, ആ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ്റെ എൻഡ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു എൻ്റർ കൊടുത്തേ, എൻ്റർ കൊടുക്കും. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോക്കിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മൗസ് കൊണ്ടുപോകാം. മൗസ് കൊണ്ടുവരുമ്പം അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണിക്കും, അല്ലെങ്കിൽ പ്ലസ് ബട്ടൺ കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം ചെയ്തോ, മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ബ്ലോക്ക് ആഡ് ചെയ്യാനുള്ള പ്ലസ് ബട്ടൺ ഇല്ലേ, അവിടെ ക്ലിക്ക് ചെയ്തോ, അത് ക്ലിക്ക് ചെയ്തോ. എന്നിട്ട് ഹെഡിങ് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ, ഹെഡിങ്, അത് കൊടുക്കുക. അത് കൊടുക്കുമ്പം ഹെഡിങ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹെഡിങ് കാണിക്കുന്നുണ്ടാവും. ഇനി ഹെഡിങ്ങിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തേ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഹെഡിങ്ങിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തേ, അല്ലല്ല താഴെ ഇപ്പം ആഡ് ചെയ്ത ഹെഡിങ് ക്ലിക്ക് ചെയ്തെന്നെ പറഞ്ഞേ. എന്നിട്ട് അവിടെ കണ്ടോ, ആ മെനുവിനകത്ത് നിങ്ങൾക്ക് അതിനെ H1 മാറ്റിയിട്ട് H3 ആക്കാൻ പറ്റും. നോക്കി അവിടെ ഒരു ആരോ കിടക്കുന്നുണ്ടോ? അല്ല, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ അല്ല ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷനിൽ അല്ല നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നില്ലേ, അവിടെ ആ ഹെഡിങ്ങിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ടല്ലോ, ഒരു ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യൂ. നിങ്ങൾ ഏത് ബ്രൗസറാണ് ഉപയോഗിക്കണേ? ക്രോം തന്നെയാണ്. അപ്പം ഈ മിക്കവാറും ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കണം അത് വരാത്തത്. ഇത് ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ ഒന്ന് ക്ലോസ് ചെയ്തേ. ലെഫ്റ്റ് സൈഡിലുള്ള നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം ക്ലോസ് ചെയ്തു, കുഴപ്പമില്ല. എന്നിട്ട് ആ ഹെഡിങ്ങിനകത്ത് ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്തേ. ഹെഡിങ് എന്ന് എഴുതിക്കണല്ലേ, അവിടെ ക്ലിക്ക് ചെയ്തോ. എന്നിട്ട് ആ ഇപ്പോൾ ഹെഡിങ്ങിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കി മുകളിൽ. ഇല്ല, അവിടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ടൈപ്പ് ചെയ്ത് എസ് ക്യാപിറ്റൽ കൊടുക്കുക, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഹെഡിങ്ങിനകത്ത് തന്നെയാണോ ടൈപ്പ് ചെയ്തത്? ടൈപ്പ് ചെയ്തോ, കുഴപ്പമില്ല. ഇപ്പം പാരഗ്രാഫ് കിടക്കണം കേട്ടോ, പക്ഷേ അതല്ല, അതിന് മുമ്പെയാണ് ഹെഡിങ് കിടക്കുക. അവിടെ ടൈപ്പ് ചെയ്തേ. ഇപ്പം മുകളിലുള്ള ഹെഡിങ് എന്ന് കാണിക്കില്ലേ, അവിടെ ക്ലിക്ക്, അതെ അവിടെ ടൈപ്പ് ചെയ്തോ. സാവകാശം മതി കേട്ടോ, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട. സെർച്ച്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും പാരഗ്രാഫ് ആയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്തോ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, ഇനി ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കി അത് സെലക്ട് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല. അതിൻ്റെ നേരെ വലത്തുവശത്തോട്ട് വരുമ്പോൾ വരുമ്പോൾ അവിടെ ഒരു ആരോ കാണിക്കുന്നുണ്ടോ, ആരോ കാണിക്കുന്ന പോർഷൻ ഉണ്ട്, അത് തന്നെ അവിടെ ക്ലിക്ക് ചെയ്തേ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം നോക്കിയേ, അതിനകത്ത് തന്നെ താഴോട്ട് വരുമ്പം HTML എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എവിടെയെങ്കിലും കാണിക്കണം. നോക്കി, HTML എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കണ്ടോ? ഈ താഴെ കാണിക്കുന്ന ഷെയറിങ് എന്നുള്ളതിൻ്റെ അവിടെ ഹൈഡ് കൊടുക്കും. ഹൈഡ്. ഓക്കെ, ഇനി അവിടെ താഴെ എവിടെയെങ്കിലും HTML എന്ന് കാണിക്കണ്ടോ? നോക്കി, കുഴപ്പമില്ല. നോക്കിയേ, ഇൻലൈൻ കോഡ് എന്ന് കാണിക്കണുണ്ടോ? ഇൻലൈൻ കോഡ് അവിടെ ക്ലിക്ക് ചെയ്തോ. ഇൻലൈൻ കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തോ, ആൻസി നിങ്ങളുടെ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൈനസ് ബട്ടൺ ഇല്ലേ, അത് കൊടുത്തേ. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചോണ്ട് മൈനസ് ബട്ടൺ കൊടുക്കുക. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചോണ്ട് ഒരിക്കൽ കൂടെ കൊടുത്തേ. ഇനി പുറത്തെവിടെയും ക്ലിക്ക് ചെയ്തേ. ഒരുപാട് കൊടുക്കണ്ട. വെയിറ്റ് നോക്കി, അത് അതിൻ്റെ പ്രിവ്യൂ ആയിട്ട് അത് കാണിക്കില്ല, അതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്തോ, ഒരിക്കൽ കൂടെ HTML ആ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള അവിടെ ആ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്തേ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മെനുവിൽ വീണ്ടും എഡിറ്റ് കൊടുത്തേ. ഇൻലൈൻ എഡിറ്റർ ഒരിക്കൽ കൊടുക്കാൻ പറ്റും. നോക്കി, അവിടെ അല്ല, അവിടെ കൊടുത്തിട്ട് HTML എഡിറ്റ് അവിടെ കൊടുത്തേ. അവിടെ ചേഞ്ച് ആവണില്ല അല്ലേ? അതായത് അവിടെ എവിടെ HTML എഡിറ്ററിനകത്ത് അത് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഹൈലൈറ്റ് അല്ല, താഴെ ഇൻലൈൻ കോഡ്, ഇൻലൈൻ ഇമേജ്, ലാംഗ്വേജ്, അവിടെ എന്താ കിടക്കണം? ഇതായിട്ട് കിടക്കണം. എന്താണ് സാധനം? കീബോർഡ് ഇൻപുട്ട്, ലാംഗ്വേജ്, സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, X2 സബ്സ്ക്രിപ്റ്റ്, X2 സൂപ്പർ സ്ക്രിപ്റ്റ്. അത്ര മാത്രം അല്ലേ?
ഉള്ളൂ. ഈ ഇപ്പുറ സൈഡിലുള്ള അവിടെ എവിടെയെങ്കിലും മൗസ് വയ്ക്കുമ്പോൾ HTML എഡിറ്റർ കാണിക്കണം നോക്കി നോക്കി. അതിനകത്ത് കാണിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. HTML എഡിറ്റർ ഇല്ലല്ലോ. ഇല്ല, അത് ഇറ്റാലിക്സ് ആക്കണേ. ഇറ്റാലിക്സ് ആക്കിയതാണ്. ആ നിൽക്കേ, ഈ താഴെയുള്ള പാരഗ്രാഫ് പോർഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കി. ഇനി കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ കൊടുത്തേ. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ കൊടുത്തേ. കുറച്ചുകൂടെ ഒരിക്കൽ പ്രാവശ്യം കൂടെ കൊടുത്തോ. ഓക്കെ, അത് പാരഗ്രാഫായിട്ടാണ് കിടക്കണത്, കാണിക്കുന്നുണ്ട്. വെയിറ്റ്. ഹെഡിങ്ങിനാണ് പ്രശ്നം. പാരഗ്രാഫ് കാണിക്കുന്നുണ്ട്. അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി. മറ്റേ നേരത്തെ കൊടുത്ത ആരോ ക്ലിക്ക് ചെയ്തേ. സൈഡിലോട്ട് പോയി. ആരോ ക്ലിക്ക് ചെയ്തോ. നിൽക്ക്. ലാംഗ്വേജ് ഇൻലൈൻ കോഡ് എഡിറ്റർ. HTML എഡിറ്റർ ഇല്ല അതിനകത്ത്, ഇല്ലേ? ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നമ്മൾ പ്ലസ് ബട്ടൺ കൊടുത്തതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേർഡ് പ്രസ് നടക്കണില്ലേ, അവിടെ ക്ലിക്ക് ചെയ്തോ. വേർഡ് പ്രസ് കൊടുത്ത് ക്ലിക്ക് ചെയ്തോ. ഓക്കെ കൊടുത്തോ. കുഴപ്പമില്ല. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് വരുമ്പോൾ യൂസേഴ്സ് എന്ന് കാണിക്കുന്നുണ്ടോ? യൂസേഴ്സ് അവിടെ ക്ലിക്ക് ചെയ്തോ. എന്നിട്ട് അവിടെ ആഡ് ടീം മെമ്പർ എന്ന് കാണിക്കുന്നുണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്തോ. അവിടെ മുകളിൽ എഡിറ്റർ എന്ന് മാറ്റിയിട്ടുള്ളത് അഡ്മിൻ എന്നാക്കണം. അഡ്മിനിസ്ട്രേറ്റർ. എന്നിട്ട് താഴെ ഇമെയിൽ ID, യൂസർ നെയിം ഇമെയിൽ ID കാണിക്കുന്നുണ്ടോ? അവിടെ BRA HMADAS എൻ്റെ പേരാണ്. BRA HMADAS 2010 @gmail.com @gmail.com Gmail സ്പെല്ലിംഗ് തെറ്റല്ലേ, gmail.com. എന്നിട്ട് താഴെ എന്നിട്ട് എന്ത് ചെയ്യണം? സെൻഡ് ഇൻവിറ്റേഷൻ കൊടുത്താൽ മതി. സെൻഡ് ഇൻവിറ്റേഷൻ ക്ലിക്ക് ചെയ്യൂ. വെയിറ്റ് ചെയ്താൽ ഓക്കെ. വെയിറ്റ് ചെയ്തോ കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് അത് ഓപ്പൺ ആക്കി കാണിക്കാം. നിങ്ങൾ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തോ. സ്ക്രീൻ പ്രസന്റ് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്താൽ എനിക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് എൻ്റെ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യാൻ പോകും. പിന്നെ പുതുതായിട്ട് വന്ന വേറെ ആരെങ്കിലും ബ്ലോഗ് റെഡിയാക്കിയവരുണ്ടോ? അവിടെ സ്റ്റോപ്പ് പ്രസൻറ്റിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. മുകളിൽ മുകളിൽ സ്റ്റോപ്പ് പ്രസൻറ്റിങ് എന്ന് കിടക്കണില്ലേ, അത് തന്നെ അവിടെ ക്ലിക്ക് ചെയ്താൽ ഹോൾഡ് ചെയ്തു. എനിക്ക് ആൻസിയുടെ ഇൻവിറ്റേഷൻ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ എടുക്കാമേ. ആക്സെപ്റ്റ് ഇൻവിറ്റേഷൻ. ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഒരു സെക്കൻഡ്, ഞാൻ ജോയിൻ ചെയ്തത്. ഇത് ഞാൻ സെപ്പറേറ്റ് എന്നെ ആഡ് ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ നമ്മളെ ബ്രൗസർ അപ്ഡേറ്റ് ആവാതെ കിടക്കുമ്പോൾ നമ്മൾ വേർഡ്പ്രസ്സിനകത്ത് അവർ കൊണ്ടുവരുന്ന പല സംഭവങ്ങളും ചിലപ്പോൾ നമ്മളെ എഡിഷൻ ഓപ്ഷൻസൊക്കെ നമുക്ക് വർക്ക് ചെയ്യാതിരിക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന തീം പഴയ വേർഷനൊക്കെ ആണെങ്കിൽ അങ്ങനെ വരാം. അങ്ങനെ പല സംഗതികളുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ആൻസിയുടെ ബ്ലോഗിനകത്തോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യണം കേട്ടോ. ഒരു സെക്കൻഡ്. എൻ്റെ സ്ക്രീൻ ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ബ്ലോഗിനകത്ത് ഇത് SEO ചെയ്യുന്ന സമയത്തോ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതുപോലെ നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എൻ്റെ സ്ക്രീൻ എല്ലാവർക്കും കാണാമോ? ഓക്കെ. ഞാനിപ്പം ആൻസിയുടെ ബ്ലോഗിനകത്താണ് ഉള്ളത്. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്നുള്ള പോസ്റ്റ് ഞാൻ എഡിറ്റിനകത്ത് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഞാനിപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ലാപ്ടോപ്പ് അല്പം സ്ലോ ആണ്. വെയിറ്റ് ചെയ്താൽ അത് ലോഡ് ആവണതേ ഉള്ളൂ. ഒരു പക്ഷേ ആൻസി അവിടെ എഡിറ്ററിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഓക്കെ. ചിലപ്പോൾ ഇപ്പോൾ ആൻസിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, ബ്രഹ്മദാസ് വിഷ് ടു എഡിറ്റ് യുവർ ബ്ലോഗ് പോസ്റ്റ്. അപ്പോൾ അത് അക്സെപ്റ്റ് കൊടുക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം നമുക്കിവിടെ ആൻസിയുടെ ബ്ലോഗ് കാണാം.
ഇതിനകത്ത് തീമിനകത്ത് എന്തോ പ്രശ്നം പറ്റിയിരിക്കണമെന്ന് തോന്നുന്നു. തീമിനകത്തുള്ള പ്രശ്നം നിങ്ങളുടെ ബ്രൗസറിൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോൾ കണ്ടോ, ഇപ്പോൾ സെർച്ച് ആൻഡ് ഒപ്റ്റിമൈസേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ H2 ആയിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, ആൻസി കാണുന്നുണ്ടോ? അതിനെന്താ ചെയ്യേണ്ടത്? കാണുന്നുണ്ട് ആ, കാണുന്നുണ്ട്. അത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോം അപ് ടു ഡേറ്റ് ആണെന്നൊന്ന് ഉറപ്പാക്കിയാൽ മതി. ക്രോമിൻ്റെ ബ്രൗസർ അപ്ഡേറ്റ് ചെയ്താൽ മതി. ആ ഓക്കെ, ഇവിടെ H3 ആക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ബാക്കി ബ്ലോക്കുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഡിലേറ്റ്. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ബ്ലോക്കുകളൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ. ഇത് H3 ആയിട്ടുണ്ട്. എൻ്റെ സിസ്റ്റം അതിനേക്കാൾ സ്ലോ ആണ്. ഒരു സെക്കൻഡേ. അപ്പം ഈ ഒരു ഹെഡിങ്ങിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ആൻസിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ? വേറെ മറ്റേ ടാഗ് ആഡ് ചെയ്തപ്പോ കാണിച്ചായിരുന്നു, ഇപ്പോ അത് വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹെഡിങ് H1 ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഹെഡിങ് നമ്മളിപ്പം H2 കിടക്കണം. കണ്ടല്ലോ, ഞാൻ H2 മാറ്റി H3 ആക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കണ്ടൻറ്റ് പോർഷൻ ഹെഡിങ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് കൊടുക്കാൻ ഇതൊരു പോയിൻ്റായിട്ട് എഴുതിക്കണം. ഇതൊരു സബ് ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെയാണ് ചെറുതായിട്ട് നിങ്ങൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ ഫുൾ സ്റ്റോപ്പിന് മുമ്പേ ഉള്ള സ്പേസ് കളയുക, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് സ്പേസ് കൊടുക്കുക. ആരെങ്കിലും ബ്ലോഗ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഒരു ചെറിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് നിങ്ങളുടെ ബ്ലോഗിന് ഒരു അമച്വർ ഫീൽ ഉണ്ടാകും. കണ്ടോ, ഇവിടെ കണ്ടോ, ഒരു കോമയ്ക്ക് മുമ്പിൽ സ്പേസ് കൊടുക്കണ്ട, എന്നാൽ കോമ കഴിഞ്ഞ് മസ്റ്റായിട്ട് സ്പേസ് കൊടുക്കണം. ഫുൾ സ്റ്റോപ്പിന് മുമ്പിൽ സ്പേസ് കൊടുക്കണ്ട, എന്നാൽ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് മസ്റ്റായിട്ട് സ്പേസ് കൊടുക്കണം. ഈ കോമയ്ക്ക് മുമ്പിൽ കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് മുമ്പ് സ്പേസ് കളയണം, ശേഷം സ്പേസ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ തെറ്റാണ്, പക്ഷെ അത് നമ്മൾ എഴുതുമ്പം നിങ്ങളുടെ കണ്ടൻറ്റൊക്കെ ഒരു അമച്ചറായിട്ടുള്ള ഒരാളാണ് പ്രിപ്പയർ ചെയ്തേക്കണത്. അപ്പോൾ അമച്ചറായിട്ട് തയ്യാറാക്കിക്കുന്ന ആ കണ്ടൻറ്റ് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടെന്ന് ഗൂഗിളിന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, റാങ്ക് ചെയ്യില്ലെന്നല്ല, അത്ര പ്രൊമോട്ട് ചെയ്യത്തില്ല, ചിലപ്പോൾ ഡിമോട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു എക്സ്പേർട്ടാണെന്നുള്ള രീതിയിൽ അവർ വേറൊരാൾ കാണുമ്പോഴാണോ, നമ്മൾ അമച്ചറാണെന്ന് കാണുമ്പോഴാണോ നമുക്ക് ഗുണം? ഉറപ്പായിട്ടും നമ്മൾ നല്ല കാര്യങ്ങൾ അറിയുന്ന ഒരാളായിട്ട് കാണുമ്പോഴാണ്. അപ്പം കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ ഷെയർ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ ഗൂഗിൾ, അങ്ങനെയുള്ള ആൾക്കാരുടെ ബ്ലോഗ് പോസ്റ്റിൻ്റെ ഗൂഗിൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. കാര്യങ്ങൾ അറിയാത്ത ഒരാളിൻ്റെ കണ്ടൻറ്റ് ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ല. അപ്പം ആ രീതിയിൽ ചെറുതായിട്ട് ഇതിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പോകണം കേട്ടോ. അപ്പം ബാക്കിയൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് കണ്ടൻറ് ഉണ്ട്, അതിനനുസരിച്ച് കുറച്ചുകൂടെ ഇമേജസ് ആഡ് ചെയ്യാമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു ഇമേജ് കൊള്ളാം, നല്ല ഇമേജാണ്, ഈ ഇമേജും കുഴപ്പമില്ല. ബാക്കി കുറേ കണ്ടൻറ് പോർഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കണ്ടൻറ് ഒട്ടും ഇമേജ് ഒന്നും ഇല്ലാതെ, അധികം ഇല്ലാതെ ഒരുപാട് കണ്ടൻറ് കിടക്കുമ്പോൾ ഗൂഗിളിന് തോന്നുകയാണ് ഓക്കെ ഇത് ഒരുപാട് കണ്ടൻറ് ഉണ്ട്, പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അവരെ പിടിച്ചു നിർത്തത്തക്ക രീതിയിലുള്ള അട്രാക്റ്റീവ്നെസ് കൂട്ടുന്ന ഇമേജ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ അത് നമുക്കൊരു ചെറിയ ഡിഫക്റ്റ്. അപ്പം കുറച്ച് ഇമേജസ് കൂടെ കൊടുക്കണം. പിന്നെ ഇതിനകത്ത് താഴേക്ക് ഒരുപാട് കണ്ടൻറ് ഉള്ളതുകൊണ്ട് താഴെയും വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. മുകളിൽ ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആങ്കർ ടെസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്തില്ലേ, ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ, ബാക്ക് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പം ആൻസിക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായോ? കണ്ടന്റ് എഴുതുന്നത് ചെറിയ ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായി കാണും, പിന്നെ എഴുതി വന്നപ്പോൾ ശരിയായില്ലേ? ശരി. അപ്പോൾ അല്ലാതെ ബാക്കി നമ്മൾ ചെയ്ത പ്രോസസ്സുകളൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടെ കാറ്റഗറി ആഡ് ചെയ്തോ? റൈറ്റ് സൈഡിൽ കാറ്റഗറി SEO ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ടാഗ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടാഗ് ആഡ് ചെയ്യണം. ടാഗ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? SEO ഹിസ്റ്ററി എന്ന് കൊടുക്കാം. താൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നല്ലേ? ട്രൈ ചെയ്തു. ആദ്യം വന്നതായിരുന്നു, വിസിബിൾ ആയിരുന്നു, പിന്നെ അത് കാണാതെയായി. അത് എന്തൊക്കെയോ പ്രശ്നമുള്ളത് പോലെ ഇതിനകത്ത് എന്തോ ഒരു അപ്പൊ എനിക്ക് ടാഗ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ടാഗ് കൂടെ ടൈപ്പ് ചെയ്ത് വരണുണ്ട്,
വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് അത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡ് ഇതിപ്പോ തൽക്കാലം സേവ് ചെയ്ത് വെക്കാം. ഇതിന്റെ ഡാഷ്ബോർഡിൽ പോയിട്ട് നമുക്ക് പുതിയ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അവിടെ കാണും. ഇതിപ്പോൾ എന്തായാലും സേവ് ആകുന്നില്ല. ഒരു സെക്കൻഡ്, നമുക്ക് ഇങ്ങനെ സേവിങ് എഴുതി കഴിഞ്ഞാൽ സേവ് കംപ്ലീറ്റ് ആകുന്നതിന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡാഷ്ബോർഡിൽ പോകും. സേവ് ആവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ കണ്ടോ ഓൾ പോസ്റ്റ്, ആഡ് ന്യൂ പോസ്റ്റിന് താഴെ കാറ്റഗറി ഉണ്ട്, ടാഗ് ഉണ്ട്. ഇവിടെ ടാഗ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ടാഗ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ടാഗ് ആഡ് ചെയ്ത് കിടപ്പുണ്ടോ ഇവല്യൂഷൻ ഓഫ് SEO. ഇപ്പം പക്ഷെ ഇവിടെ ഹാഷ് ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. SEO എന്നുള്ള ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്, ഹിസ്റ്ററി എന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ SEO ഹിസ്റ്ററി എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് കൊടുക്കും. അപ്പോൾ ഒരു ഹാഷ് ടാഗ് ആഡ് ചെയ്തു. അപ്പോൾ അത് ആഡായി. അടുത്ത ഹാഷ് ടാഗ് SEO എവല്യൂഷൻ എന്ന് കൊടുത്തു, ആഡ് കൊടുത്തു. അപ്പോൾ 2 ഹാഷ് ടാഗ് ആഡായിക്കൊണ്ടിരിക്കുകയാണ്. ആഡായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഓൾ പോസ്റ്റ് പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള പോസ്റ്റിനകത്ത് പോയി ഈ പോസ്റ്റ് എഡിറ്ററിനകത്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഹാഷ് ടാഗ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സജസ്റ്റ് ചെയ്ത് കാണിക്കും. അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ക്രിയേറ്റ് ആയിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പ്രാരംഭ നടപടിയായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയൊന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്താണ് അപ്പോൾ ഇവിടെ ടാഗിനകത്ത് ആഡ് ന്യൂ ടാഗ് എന്നോ അല്ലെങ്കിൽ ടാഗ് ലിസ്റ്റ് ചെയ്ത് നടത്തുന്നു ടാഗ് SEO എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പ്രശ്നമുണ്ട് കേട്ടോ. SEO എവല്യൂഷൻ ഇവിടെ ഇപ്പോൾ ആഡായിട്ടുണ്ട്. അപ്പോൾ SEO ഹിസ്റ്ററി. അപ്പോൾ 2 ഹാഷ് ടാഗ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം വേറെ ആർക്കെങ്കിലും ബ്ലോഗ് ഇതുപോലെ ചെക്ക് ചെയ്യാനുണ്ടോ? ഗൂഗിൾ ഇപ്പോൾ ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരിൽ വേറെ ആരുടെയെങ്കിലും ബ്ലോഗ് ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. പിന്നെ നമ്മൾ രതീഷ് സൈലൻ്റ് ആയിരിക്കണമല്ലോ. നമ്മളെ ബ്ലോഗ് പോസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ക്യാച്ച് ആയില്ലേ? ക്യാച്ച് ആയിട്ട് ആൾ ഹാപ്പി അല്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ ഗൂഗിളിനകത്ത് രതീഷ് SEO എന്നൊക്കെ അടിക്കുമ്പോൾ കാണിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ വിചാരിച്ച കണക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത് പഠിച്ച് ഓൺ പേജ് പഠിച്ച് നമ്മൾ ഫസ്റ്റ് ബ്ലോഗൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മളെ പേര് SEO അടിക്കുമ്പോൾ നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. ആ റിസൾട്ടാണ് നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു ബ്ലോഗ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയ കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടീസ് ഏരിയക്കകത്തോട്ട് കുറച്ചുകൂടെ പഠിച്ച് ടൂളുകൾ പഠിച്ച് വെബ്സൈറ്റിനകത്ത് അത് പ്രായോഗികമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടെ ഈ കോൺഫിഡൻസിനെ കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ ആരുടെയെങ്കിലും ബ്ലോഗ് ഇതുപോലെ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആൻസിയുടെ ബ്ലോഗ്, ആൻസിയോർക്ക് ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്തോ, ആൻസിയെ കൊണ്ട് പബ്ലിഷ് ചെയ്യിച്ചാലോ? വേറെ ഒന്നും ചെയ്യാനില്ല. ഇതേപോലത്തെ ഒരു ഈ ടാഗ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ഞാനത് ക്രോം ഒന്ന് റിപ്പയർ ചെയ്തായിരുന്നു. ക്രോം അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ മാറിക്കോളും. മാറിക്കോളും. ഓക്കെ. അപ്പോൾ ആൻസിക്ക് പറ്റിയത് അത് തന്നെയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആൻസിക്ക് ആ ഒരു ഹെഡിങ് കാണിക്കാതിരിക്കുന്നത് വേർഡ്പ്രസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ അനുസരിച്ച് ആ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ അപ്ഡേറ്റ് ആയിട്ടില്ലായിരിക്കണം. മിക്കവാറും 99% അങ്ങനെയാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ക്രോമിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ അപ്ഡേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവണതാണ്. പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ക്രോമിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ അപ്ഡേറ്റ് ആയി കിടക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ലേറ്റസ്റ്റ് വെർഷനായിട്ട് കമ്പാറ്റബിൾ ആയിരിക്കും വേർഡ്പ്രസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ്. അപ്പോൾ അത് മാച്ച് ആവാതെ വരുമ്പോഴാണ് ചില എഡിഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പോകണം. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആൻസിയെ കൊണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് എൻ്റെ ബ്രൗസറിനകത്ത് നോക്കിയത്. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും ആൻസിയുടെ ബ്ലോഗിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് ആൻസിയുടെ ബ്ലോഗിനെ വെരിഫൈ ചെയ്യുന്ന ചടങ്ങാണ്. അപ്പം നമ്മൾ ആൻസിക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അവിടെ ANSI.wordpress.com എന്ന് പറയുന്ന URL മുകളുടെ അഡ്രസ്സിനകത്ത് നിന്ന് ഇത് ഹലോ വേൾഡ് ക്ലോസ് ചെയ്ത് കളഞ്ഞോ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? അറിയാമോ ഡിലീറ്റ് ചെയ്യാൻ? അത് ലെഫ്റ്റ് സൈഡിൽ വേർഡ്പ്രസിന്റെ എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്തേ. അവിടെ ക്ലിക്ക് ചെയ്തോ. ഓക്കെ കൊടുത്തോ കുഴപ്പമില്ല. ഓക്കെ കൊടുത്തോ? അവിടെ അല്ല, മുകളിൽ ഓക്കെ ഒന്ന് കിടപ്പുണ്ട്. മുകളിൽ ഓക്കെ മതി. ഇനി ലെഫ്റ്റ് സൈഡിൽ കണ്ടോ? ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് കാണിക്കുന്നില്ലേ? ആ കാണിക്കുന്ന പോസ്റ്റിന്റെ വലത്തേ അറ്റത്ത് 3 ഡോട്ട് കാണിക്കണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു ട്രാഷ് കൊടുക്കുക. താഴെ ട്രാഷ് കണ്ടോ? താഴെ അത് ഡിലീറ്റ് ചെയ്ത് കളയണം, കാരണം അത് ഡമ്മി പോസ്റ്റാണ്. ഇനി ആ ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്യുക. അതിനകത്താണ് നമ്മളിപ്പോൾ സേവ് ചെയ്ത് വയ്ക്കുന്ന ഡ്രാഫ്റ്റ് പോസ്റ്റ് കിടക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി മുകളിൽ
ANSI.SEO-analyst.wordpress.com എന്നുള്ള അഡ്രസ്സ് മാത്രം കോപ്പി ചെയ്തെടുക്കുക. ആദ്യം ഒരു സ്ലാഷ് കയറി വന്നിട്ടുണ്ട്, അത് വേണ്ട. ANSI-യുടെ A മുതൽ മതി. A മുതൽ .com വരെ കോപ്പി ചെയ്തെടുക്കുക. പുതിയ ടാബ് എടുക്കുക. കോപ്പി ചെയ്തെങ്കിൽ പുതിയ ടാബ് എടുക്കുക. പേസ്റ്റ് കൊടുക്കുക. ഇവിടെ എല്ലാം മുകളിൽ തന്നെ പേസ്റ്റ് കൊടുക്കുക. Ctrl+V. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ഷോർട്ട് കട്ടിൻ്റെ ക്ലാസ് ഞാൻ എടുത്തു തരാം കേട്ടോ. എന്നിട്ട് സ്ലാഷ് കൊടുത്തിട്ട് robots.txt എന്ന് അടിക്കുക. /robots.txt എൻ്റർ കൊടുത്താൽ മതി. അപ്പം അവിടെ ഡിസലവാണ് കിടക്കണം. അറിയാമല്ലോ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ പേജ് ഗൂഗിളിന് ക്രോളബിൾ അല്ല. അഥവാ ഇങ്ങനെ നമ്മളെ പോസ്റ്റിനെ പബ്ലിഷ് ചെയ്താലും ഗൂഗിളിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ ബ്ലോഗിനെ ക്രോൾ ചെയ്യാനോ ക്യാച്ച് ചെയ്യാനോ പറ്റത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമുക്ക് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഒരിക്കൽ കൂടെ ഒരു ടാബ് കൂടെ എടുത്തേ, എന്നിട്ട് ഒരിക്കൽ കൂടെ പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് Ctrl+V. എന്നിട്ട് സ്ലാഷ് എൻഡ് കഴിഞ്ഞിട്ട് .com കഴിഞ്ഞിട്ട് /WP-admin WP-admin എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്പ്രസിൻ്റെ അഡ്മിൻ ഏരിയക്കകത്തോട്ട് നമ്മൾ പോവുകയാണ്. അഡ്മിൻ എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് എത്തും. നമ്മളെ വേർഡ്പ്രസിൻ്റെ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകാൻ വേണ്ടി നമ്മളെ ബ്ലോഗ് അഡ്രസ്സിൻ്റെ കൂടെ /WP-admin കൊടുത്താൽ. ഇനി ലെഫ്റ്റ് മെനുവിൽ താഴെ എവിടെയെങ്കിലും സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിലുള്ള താഴോട്ട് പോട്ടെ, ഡ്രാഗ് ചെയ്യും. അവിടെ കണ്ടോ, ഏറ്റവും താഴെ കാണിക്കുന്നതാണ് സെറ്റിങ്സ്. പ്ലേ ബട്ടൻ്റെ അതിൻ്റെ താഴെ അത് തന്നെ അവിടെ മൗസ് വെച്ചിട്ട് സെറ്റിങ്സിൻ്റെ അവിടെ മൗസ് വയ്ക്കുക. അതിന് തൊട്ട് മുമ്പിലാണ്, പച്ച ബട്ടൻ്റെ തൊട്ട് മുകളിലാണ്, അതിൻ്റെ തൊട്ട് മുകളിൽ അവിടെ വെയിറ്റ് അവിടെ മൗസ് വെച്ചിട്ട് റീഡിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. റീഡിങ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? അത് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്തോളൂ. അവിടെ കണ്ടോ, നിൽക്കി നിങ്ങൾ ടൈറ്റിൽ ANSI SEO കൊച്ചി, ടാഗ് ലൈൻ ഇംഗ്ലീഷ്, ലാംഗ്വേജ് ഇംഗ്ലീഷ്, കുറച്ച് താഴോട്ടെ. അവിടെ കൊൽക്കത്ത കിടപ്പുണ്ട്. ഓക്കെ, കൊൽക്കത്ത ടൈം സോണാണ് കിടക്കുന്നത്. ഇനി നമ്മളിപ്പോൾ നിൽക്കുന്ന സെറ്റിങ്സ് മെനുവിൻ്റെ ലെഫ്റ്റ് മെനു നോക്കി. സെറ്റിങ്സ് എന്ന് കാണിക്കേണ്ട താഴെ ജനറൽ ഉണ്ടാകും, അതിൻ്റെ താഴെ റൈറ്റിംഗ് ഉണ്ടാകും, അതിൻ്റെ താഴെ റീഡിംഗ് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്തോ. റീഡിംഗ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തും? റീഡിംഗ് സെറ്റിങ്സിനകത്ത് എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മുകളിൽ കണ്ടോ വ്യൂ എന്നുള്ളൊരു ബട്ടൺ. റൈറ്റ് സൈഡ് കോർണറിൽ റൈറ്റ് സൈഡിൽ മുകളിൽ കോർണറിൽ വ്യൂ, അതിൻ്റെ താഴെ കണ്ടോ വ്യൂ. അവിടെ ക്ലിക്ക് ചെയ്തോളൂ. എന്നിട്ട് ക്ലാസിക് വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലാസിക് വ്യൂ. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് എടുത്തതിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ അയച്ചു തന്നില്ലല്ലേ? എനിക്കത് കേറാൻ പറ്റില്ല. എൻ്റെ ഇമെയിൽ ID ഞാൻ ആദ്യം തന്നത് ഗൂഗിളിൽ ഉപയോഗിക്കുന്ന ID അല്ലായിരുന്നു. അതായത് നിങ്ങൾ യൂട്യൂബിനകത്ത് ഉപയോഗിക്കുന്ന യൂട്യൂബ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന Gmail ID തന്നാൽ മാത്രമേ അക്സസ് ചെയ്യാൻ പറ്റൂ. അത് അത് എനിക്ക് ഒരിക്കൽ കൂടെ അയച്ചു കേട്ടോ. ഗ്രൂപ്പിനകത്ത് ഇടുകയോ എനിക്ക് ഒരിക്കൽ കൂടെ അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അക്സസ് തരാം. അക്സസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി കുറച്ച് താഴോട്ട് വന്നേ. ആ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയേനെ, കുഴപ്പമില്ല. ആണോ? കുഴപ്പമില്ല. ഇനി ഇത്ര തീരെ താഴെ പോണ്ട. കുറച്ചുകൂടെ മുകളിൽ പോകുമ്പം സൈറ്റ് വിസിബിലിറ്റി എന്ന് കാണിക്കുന്ന സ്ഥലമുണ്ടോ? കണ്ടോ സൈറ്റ് വിസിബിലിറ്റി. അതിൻ്റെ നേരെ മാനേജ് യുവർ പ്രൈവസി സെറ്റിങ്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കൊരു പേജ് ഓപ്പൺ ആവുന്നുണ്ടാകും. അവിടെ നമുക്ക് കുറേ പാക്കേജൊക്കെ അവിടെ ഇനി ലോഞ്ച് സൈറ്റ് കൊടുക്കണം. നമ്മൾ താഴോട്ട് വന്നേ. നടുക്കുള്ള പോർഷൻ താഴോട്ട് പോട്ടെ. കുറച്ചുകൂടെ താഴോട്ട്. അവിടെ ലോഞ്ച് സൈറ്റ് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവിടെ സ്കിപ്പ് പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഏറ്റവും താഴെ. ഇതൊക്കെ പെയ്ഡ് വെർഷൻ നമ്മളെ കൊണ്ട് പൈസ കൊടുത്ത് എടുപ്പിക്കാൻ അവർ നോക്കുന്നതാണ്. അതൊന്നും നോക്കണ്ട. അവിടെ സ്കിപ്പ് പർച്ചേസ് ഉണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം കുറേ പാക്കേജ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യം കാണിക്കുന്ന ഫ്രീ വെർഷൻ്റെ അവിടെ കീപ് ദിസ് പ്ലാൻ കൊടുക്കുക. കീപ് ദിസ് പ്ലാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സൈറ്റ് ലോഞ്ച് ആവുന്നുണ്ടാവും. ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ലോഞ്ച് ആവുന്നതായിട്ടൊക്കെ കാണിക്കും. കീപ് ദിസ് പ്ലാനിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ സൈറ്റ് ഇപ്പോൾ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞോ ആരാ? അജീഷാണോ?
രതീഷ, പറഞ്ഞു രതീഷ്. ഈ പെയ്ഡ് പ്ലാൻ എടുത്താൽ വിസിബിലിറ്റി ഇൻക്രീസ് ആവണ വല്ല ഇതുണ്ടോ? അത് ഇല്ല ഇല്ല ഇല്ല. പെയ്ഡ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ബേസിക് കുഞ്ഞു കുഞ്ഞു പ്ലാനുകളുണ്ടല്ലോ, ഒന്നും നടക്കുകയില്ല. അതിൽ ഏറ്റവും വലിയ പ്ലാൻ അതെടുക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് ആഡ് ചെയ്യാനോ അതിനകത്ത് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാനോ യോസ്റ്റ് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടാകും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് കുറച്ചുകൂടെ തീമൊക്കെ ആഡ് ചെയ്യാനോ അതിനെ കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷനുകളോ ഡിസൈനൊക്കെ കസ്റ്റമൈസ് ചെയ്യാനോ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്ലഗിൻസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഉള്ള സാധ്യത ഉണ്ടാകും. അതിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ല. വെറുതെ നമ്മൾ പൈസ കളയണ്ട. സാർ ഒരു കാര്യം ചോദിച്ചോ? പറഞ്ഞോ. ആരാ? രൂപേഷാണ്. പറഞ്ഞു. നമ്മളിപ്പോ ഒരു സൈറ്റ് ഇപ്പൊ സാർ ഇത് നമ്മൾ SEO നെ കുറിച്ചുള്ളത് നമ്മൾ പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വേറെ പോസ്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക? ഇതേ ബ്ലോഗിനകത്ത് നമ്മൾ SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡുള്ള പോസ്റ്റാണ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് പോസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കവിതകൾ എഴുതണം അല്ലെങ്കിൽ കഥ എഴുതണമെങ്കിൽ അങ്ങനെ വേറെ ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾ ഈ അക്കൗണ്ടിൽ നിന്നുകൊണ്ട് വേറെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണം. ഇതേ അക്കൗണ്ടിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേറെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേറെ ടൈറ്റിലായിരിക്കും, അതിൻ്റെ ടോപ്പിക്കും അതിൻ്റെ ഡാഷ്ബോർഡൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഉദാഹരണത്തിന് നിങ്ങൾക്ക് റെസിപ്പി ബ്ലോഗ് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് പുതിയ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ആ വേർഡ്പ്രസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സിനകത്തുനിന്ന് പുതിയ സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സൈറ്റ് ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യണ ഒരു സ്ഥലത്തെത്തും. അവിടെ നിങ്ങൾ ട്രാവൽ ബ്ലോഗിൻ്റെ നെയിം കൊടുക്കണം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. ബാക്കിയൊക്കെ ഒരുപോലെ തന്നെയാണ്. ഓക്കെ റൈറ്റ്. ഓക്കെ, തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൈറ്റ് ലോഞ്ച് ചെയ്ത സ്ഥലത്താണ്. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് തൊട്ട് മുമ്പേ നമ്മൾ എടുത്തു വെച്ചിരുന്ന പേജ് ഒന്ന് ടാബ് ഒന്ന് ഓപ്പൺ ആക്കി. ആൻസിയുടെ മുമ്പിലത്തെ ടാബ് എന്നിട്ടൊന്ന് റീലോഡ് ചെയ്തേ. റീലോഡ് ചെയ്യാനായിട്ട് മുകളിൽ നമ്മൾ യൂസർ ഏജന്റ് എന്നൊക്കെ കിടക്കുന്നതിൻ്റെ മുകളിൽ കണ്ടോ ഒരു കറങ്ങണ ഒരു ആരോ കാണിക്കുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടാവും തൊട്ട് മുകളിൽ. അവിടെ ക്ലിക്ക് ചെയ്താൽ അതാണ് റീലോഡ് ബട്ടൺ. അപ്പോൾ നമ്മളെ പേജ് റീലോഡ് ആകുമ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് മാറിയിട്ടുണ്ടാവും. നേരത്തെ എങ്ങനെയായിരുന്നു? നമ്മുടെ പേജ് ക്രോളബിൾ അല്ല, ഡിസലൗബിൾ ആയിരുന്നു. ഇപ്പോൾ കണ്ടോ ചില പോർഷൻസ് ഡിസലൗഡ് ആണ്, പക്ഷേ ബാക്കിയൊക്കെ അലൗഡ് ആണ്. പിന്നെ സൈറ്റ് മാപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പേജ് ഇപ്പോൾ ക്രോളബിൾ ആണെന്നാണ് അത് മനസ്സിലാക്കാമല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിനി നമ്മളെ ബ്ലോഗിനെ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനാണ് പോണത്. പുതിയ ടാബ് എടുക്കുക, അവിടെ സെർച്ച് കൺസോൾ എടുക്കുക. പുതിയ ടാബിനകത്ത് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്നോ അല്ലെങ്കിൽ google.com/webmasters/tools എന്ന് അടിച്ചാലും മതി. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് സെർച്ച് ചെയ്യുന്നതാണ് എളുപ്പം. ഗൂഗിൾ സെർച്ച് കൺസോൾ സെർച്ച് കൺസോൾ എൻ്റർ കൊടുക്കുക. എന്നിട്ട് സെർച്ച് കൺസോൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിക്കോളും. അപ്പോൾ നമുക്കവിടെ സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടൺ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് നൗ ബട്ടൺ മുകളിലോട്ട് പോയി. അവിടെ ക്ലിക്ക് ചെയ്താലും മതി. ക്ലിക്ക് ചെയ്തോളൂ. കണ്ടല്ലോ, അതിൽ ആദ്യം 2 ഓപ്ഷൻ ഉണ്ടാകും. അതിനകത്ത് ഡൊമൈൻ ഓപ്ഷൻ ഉണ്ടാകും, URL പ്രിഫിക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. URL പ്രിഫിക്സ് എന്നുള്ള ഓപ്ഷനകത്ത് നമ്മൾ URL അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കിയേ. അവിടെ ക്ലിക്ക് ചെയ്തേ, പേസ്റ്റ് കൊടുത്ത് നോക്കിയേ. അപ്പോൾ അത് പോരാ, പ്രിഫിക്സ് അടക്കം കണ്ട URL പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ആ പ്രിഫിക്സ് അടക്കമുള്ള URL ആണ് വേണ്ടത്. അവിടെ Ctrl+Z അടിച്ചിട്ട് ബ്ലോഗ് ഒരിക്കൽ കൂടെ നിങ്ങളെ കയ്യിൽ അത് ഉണ്ടല്ലോ. Ctrl+Z അടിച്ച് Ctrl+Z. ഇനി പുതിയ ടാബ് എടുത്തേ. പേസ്റ്റ് കൊടുത്തേ. അവിടെ പേസ്റ്റ് ചെയ്തേ. Ctrl+V എൻ്റർ. അപ്പോൾ നമ്മുടെ ബ്ലോഗ് അവിടെ ഓപ്പൺ ആകും. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പ്രിഫിക്സ് അടക്കം കിട്ടും. എന്നിട്ട് ഇനി അതിൻ്റെ URL കോപ്പി ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് URL കോപ്പി ചെയ്തെടുക്കാം. അത് മൊത്തം ആ URL തന്നെ മൊത്തം കോപ്പി ചെയ്തെടുത്താൽ മതി. അത് തന്നെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്ത് നമുക്ക് തോന്നും, പക്ഷെ അതിനകത്ത് പ്രിഫിക്സ് ഉണ്ടാവും. അങ്ങനെയല്ല, മൊത്തം കോപ്പി ചെയ്തെടുത്താൽ കണ്ടോ. HTTPS ഒക്കെ കിടക്കുന്നുണ്ടോ അവിടെ. അത് കോപ്പി ചെയ്തെടുക്കുക. കാരണം URL പ്രിഫിക്സോട് കൂടിയാണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോണത്. അത് കോപ്പി ചെയ്തെടുക്കുക. വീണ്ടും സെർച്ച് കൺസോളിലേക്ക് വരിക. എന്നിട്ട് ആ URL പ്രിഫിക്സ് നടത്തി ഇനി പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ പേസ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ കണ്ടിന്യൂ ബട്ടൺ ആക്റ്റീവ് ആയിട്ടുണ്ടാകും. കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അവിടെ കണ്ടോ വെരിഫിക്കേഷൻ മെത്തേഡുകൾ കാണിക്കും. ശരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ വന്ന സംഗതി ഈ വെരിഫിക്കേഷൻ മെത്തേഡുകളാണ്. നോക്കിയാൽ നിങ്ങൾ ഇനി നോട്ട് എടുത്തിട്ട് എഴുതുക. ഒരു വെബ്സൈറ്റിനെ ഗൂഗിളിനകത്ത് വെരിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ 5 മെത്തേഡുകളാണ് തരുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡാണ്. ബുക്ക് എടുത്തിട്ട് എല്ലാവരും എഴുതി വെക്കണം. കാരണം നമ്മൾ അടുത്ത ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ്റെ പോസ്റ്റ് എഴുതുന്നുണ്ടാകും. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ പോസ്റ്റ് എഴുതണം. അതിനകത്ത് എഴുതേണ്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ വെരിഫിക്കേഷൻ മെത്തേഡുകൾ.
അപ്പം നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി എത്ര മെത്തേഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 5 മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡാണ്. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ HTML ഫയൽ നമുക്ക് അവിടെ നിന്ന് ഒരു HTML ഫയൽ ഗൂഗിൾ തരുന്നുണ്ടാകും. അതിന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറിയിലേക്ക് ആ HTML ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൻ്റെ തൊട്ട് മുമ്പിലുള്ള അല്ലെങ്കിൽ റൂട്ട് ഡയറക്ടറിക്കകത്തേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മളെ പബ്ലിക് HTML ഫോൾഡറാണ്, അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റ് address.com/google എന്നൊക്കെ പറഞ്ഞ ആ ഫയൽ നെയിം കണ്ടോ, അത് ബ്രൗസറിൽ ഓപ്പൺ ആക്കാൻ സാധിക്കുന്ന രീതിയിൽ അപ്ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വെബ്സൈറ്റിനെ നമുക്ക് വെരിഫൈ ചെയ്യാം, ഓണർഷിപ്പ് വെരിഫൈ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡാണ് നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML ടാഗ് മെത്തേഡ് എന്നോ HTML മെറ്റാ ടാഗ് മെത്തേഡ് എന്നാണ് പറയുക. എന്താണ് HTML മെറ്റാ ടാഗ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഗൂഗിൾ തരുന്ന മെറ്റാ ടാഗിനെ കോപ്പി ചെയ്ത് നമ്മളെ വെബ്സൈറ്റിൻ്റെ എന്താണ് ഹോം പേജിൻ്റെ ഹെഡ് സെഷനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി, പബ്ലിഷ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഓണർഷിപ്പ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മെത്തേഡാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക. നേരെ രണ്ടാമത്തെ മെത്തേഡിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തോളൂ. HTML ടാഗിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ മെറ്റാ ടാഗ് ഓപ്പൺ ആയി കാണിക്കും. മെറ്റാ ടാഗ് ശ്രദ്ധിച്ചാൽ നോക്കി അറിയാൻ പറ്റും. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു ഗൂഗിൾ സൈറ്റ് വെരിഫിക്കേഷൻ, അടുത്ത് കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഗൂഗിളിൻ്റെ ടാഗ് കാണിക്കുന്നുണ്ടാകും. എന്നിട്ട് അവിടെ നിന്ന് അത് കോപ്പി ചെയ്തെടുക്കുക. മെറ്റാ ടാഗിനെ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ. നേരെ തൊട്ട് മുമ്പിലത്തെ ടാബ് എടുക്കുക. തൊട്ട് മുമ്പിലത്തെ ടാബ് അതെ തന്നെ. അവിടെ ഇത് എന്താണെന്ന് അറിയാം, നമ്മൾ ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡ് എത്തിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ സെറ്റിങ്സ് എടുത്തില്ലേ, ആ പോർഷനിലേക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ട് സെറ്റിങ്സിൻ്റെ തൊട്ട് മുകളിൽ ടൂൾസ് എന്ന് കാണിക്കണ്ടാവും. സെറ്റിങ്സ് ഓപ്ഷൻ്റെ തൊട്ട് മുകളിൽ ടൂൾസ്, അവിടെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ടൂൾസ് ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ടൂൾസ് ഓപ്ഷൻ്റെ പേജിനകത്ത് നമുക്ക് 4 ടാബുകൾ കാണാൻ പറ്റും. മാർക്കറ്റിംഗ് ടൂൾസ് എന്നും കണക്ഷൻസ് എന്നും ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ് ടാബുകൾ കാണാൻ പറ്റും. അതിനകത്ത് ട്രാഫിക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ട്രാഫിക് കണ്ടോ? ട്രാഫിക് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? മുകളിൽ ട്രാഫിക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രാഫിക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് കുഴപ്പമില്ല, താഴെ ട്രാഫിക് ഉണ്ടാവും. ഇനി നോക്കിയേ, ടൂൾസ് ഒരിക്കൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ സ്ഥലത്തല്ലാതെ ക്ലിക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ. ഇനി നോക്കിയേ, മുകളിൽ കണ്ടോ? നടുക്കുള്ള പോർഷനിൽ നോക്കി, മുകളിലോട്ട് നടുക്കുള്ള പോർഷനിലോട്ട് നോക്കൂ. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യല്ലേ. മുകളിലോട്ട് ട്രാക്ക് ചെയ്തിട്ടും നടുക്കുള്ള പോർഷനിൽ നോക്കൂ. ആൻസി കൂൾ ടെൻഷൻ അടിക്കല്, വെപ്രാളപ്പെടരുത്. നിങ്ങൾ നടുക്കുള്ള പോർഷൻ മുകളിലോട്ട് ട്രാക്ക് ചെയ്തു. നടുക്കുള്ള പോർഷൻ അവിടെ അല്ല, ലെഫ്റ്റ് മെനു അല്ല. മുകളിലോട്ട്, അവിടെ മുകളിലോട്ട് ട്രാക്ക് ചെയ്യും. അവിടെ കണ്ടോ അവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് വായിച്ചേ. മാർക്കറ്റിംഗ് ടൂൾസ്, കണക്ഷൻസ്, ട്രാഫിക്, ഷെയറിംഗ് ബട്ടൺസ്. അതായത് ഞാൻ അത് പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾക്ക് സാവകാശം കാണിക്കാൻ പറ്റിയില്ല. ഓക്കെ, കുഴപ്പമില്ല, ഇഷ്യൂ ഇല്ല. നമ്മളെന്താ അറിയോ, ട്രാഫിക് എന്നിടത്ത് ക്ലിക്ക് ചെയ്യും. ട്രാഫിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി താഴോട്ട് ട്രാക്ക് ചെയ്യുമ്പം കുറേ താഴെ പോകുമ്പോൾ സൈറ്റ് വെരിഫിക്കേഷൻ സർവീസ് എന്ന് കാണിക്കണ്ടാവും. സൈറ്റ് അവിടെ തന്നെ വെയിറ്റ് സൈറ്റ് വെരിഫിക്കേഷൻ സർവീസിൻ്റെ താഴെ ഗൂഗിൾ എന്ന് കാണിച്ചിട്ടുണ്ടാവും. അതിന് നേരെ മെറ്റാ ടാഗ് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. നമ്മൾ മെറ്റാ ടാഗ് അവിടെ പേസ്റ്റ് കൊടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇത് രതീഷിൻ്റെ ബ്ലോഗ് വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇല്ലാതിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഫാത്തിമ ഉണ്ടായിരുന്നോ രതീഷിൻ്റെ ബ്ലോഗ് വെരിഫൈ ചെയ്യുമ്പം? ഫാത്തിമ ഇപ്പോൾ ഉണ്ടോ? ഫാത്തിമ ഉണ്ടോ അവിടെ? ഫാത്തിമ പോയാ? ഇതെന്താണ്? ഇവര് മറിമായാട്ടം കാണിക്കണം. എന്താണ് ആൻസി, നമ്മളെ ക്ലാസ് അത്ര ഇഷ്ടമില്ലാത്ത ക്ലാസ്സാണോ ആൾക്കാർക്ക്? ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അവർ ചിലപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഇന്നാളത്തെ പോലെ. അപ്പം അവിടെ നമ്മൾ മെറ്റാ ടാഗ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുകളിൽ കണ്ടോ സേവ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് സെറ്റിങ്സ് ക്ലിക്ക് കൊടുക്കുക. സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ സെർച്ച് കൺസോളിലേക്ക് തിരിച്ചു വരിക. നമ്മൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ടൂളാണ്.
അതിനകത്ത് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഓണർഷിപ്പ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഡാഷ്ബോർഡിൽ പോകേണ്ടതുണ്ട്. അതിൻ്റെ കുറച്ച് താഴോട്ട് വന്നേ, നമ്മൾ ഏത് മെത്തേഡാണോ അഡോപ്റ്റ് ചെയ്തത് അതിൻ്റെ താഴെ ഒരു വെരിഫൈ ബട്ടൺ ഉണ്ടാവും. തീരെ താഴെ പോകണ്ട, അവിടെ തന്നെ ക്ലിക്ക് ചെയ്തോളൂ, അവിടെ ക്ലിക്ക് ചെയ്തോളൂ. ഫാത്തിമ എന്തോ ഒരു മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് അയച്ചു, അത് എനിക്കല്ലല്ലോ, ആൻസിക്കാണ് മെസ്സേജ് വന്നത്. എന്താണ് അവരിവിടെ ഇല്ലേ? ഫാത്തിമയുടെ മെസ്സേജ് അത് വേറെ ഫാത്തിമ, വേറെ ഫാത്തിമയാണ്. ഫാത്തിമ എന്ന് എഴുതിയൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ വിളിക്കണതൊക്കെ കേട്ടോണ്ട് ഇവിടെ ഫാത്തിമ ഇരിക്കണ്ടാകും, ഇവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി മെസ്സേജ് അയച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓണർഷിപ്പ് വെരിഫൈഡ് നോക്കി അവിടെ കാണിക്കാൻ നോക്കിയേ, ഓണർഷിപ്പ് വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ വെരിഫിക്കേഷൻ മെത്തേഡ് പറയുന്നുണ്ട്. എന്ത് മെത്തേഡ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്? HTML ടാഗ് മെത്തേഡ്. ഓക്കെ, നമുക്ക് എത്ര മെത്തേഡുകളാണ് ഒരു വെബ്സൈറ്റിന്റെ സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്യാനുള്ളത്? എത്ര മെത്തേഡുകളുണ്ട്? 5 മെത്തേഡ്, 5 മെത്തേഡ്സ്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡാണ്. ഗൂഗിൾ തരുന്ന ഫയലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡൗൺലോഡ് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് വെരിഫൈ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? HTML ടാഗ് മെത്തേഡ് ഓർ HTML മെറ്റാ ടാഗ് മെത്തേഡ് എന്നും അതിനെ പറയാറുണ്ട്. HTML മെറ്റാ ടാഗ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ മെത്തേഡ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് അവിടെ കാണിക്കുന്നത്. ഈ 2 മെത്തേഡും കൂടാതെ വേറെ 3 മെത്തേഡുകൾ കൂടെ ഉണ്ട്. അതിലേതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. ആ മെത്തേഡുകൾ ഒന്ന് ഗൂഗിൾ അനലിറ്റിക്സ് വഴിയുള്ള മെത്തേഡ്, ഗൂഗിൾ ടാഗ് മാനേജർ വഴിയുള്ള മെത്തേഡ്, പിന്നെ ഡൊമൈൻ നെയിം പ്രൊവൈഡർ വഴിയുള്ള മെത്തേഡാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ പേജിനെ ക്യാച്ച് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഗോ ടു പ്രോപ്പർട്ടി കൊടുത്തേ, ഗോ ടു പ്രോപ്പർട്ടി കൊടുത്തേ. ഗോ ടു പ്രോപ്പർട്ടി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക്, ഈ ഡാഷ്ബോർഡിൻ്റെ പ്രത്യേകത നമ്മളെ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡാണ്. നമ്മളെ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡ് എടുക്കുമ്പം നമുക്ക് നമ്മളെ ബ്ലോഗിൻ്റെ ഡീറ്റെയിൽസ് മാത്രം, ആ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുക. ഗൂഗിളിൻ്റെ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ടൂൾ തന്നെ SEO ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണെന്ന് ഞാൻ പറഞ്ഞു. ബേസിക് ടൂളാണ്, ഫ്രീ ടൂളാണ്. ഇവിടെ നമ്മൾ വെരിഫൈ ചെയ്ത ഡാഷ്ബോർഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി നമ്മളെ ബ്ലോഗിൻ്റെ അഡ്രസ്സിനെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിനെ URL ഇൻസ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടാബ് എടുത്ത്, റൈറ്റ് സൈഡിലുള്ള അടുത്ത ടാബ് എടുത്ത്, അവിടെ നമ്മൾ ബ്ലോഗ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ അല്ല, പുതിയ ടാബ് എടുക്കണ്ട, ഒരു ടാബ് അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ലേ? അതിൻ്റെ ഇടയ്ക്കുള്ള ടാബില്ലേ, അത് തന്നെ, അത് ഓപ്പണാണ്. അതായത് നമ്മൾ ബ്ലോഗ് ഓപ്പൺ ആക്കിയിട്ട് ആ URL കോപ്പി ചെയ്തെടുക്കുക. ഇപ്പോൾ സെലക്ട് ആയിരിപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ Ctrl+C അടിച്ചാൽ മതി. Ctrl+C അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിലേക്ക് വരിക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ URL ഇൻസ്പെക്ഷൻ എന്നുള്ളൊരു മെനു ഉണ്ട്. ലെഫ്റ്റ് സൈഡ് അവിടെ ക്ലിക്ക് ചെയ്യുക, Ctrl+V അടിക്കുക, അഥവാ പേസ്റ്റ് കൊടുക്കുക. Ctrl+V ആണ്, V ഫോർ വാൻ. ഇനി എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നമ്മളെ പേജിന് ഗൂഗിൾ ക്രോൾ ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കും. ചിലപ്പോൾ URL ഈസ് ഓൺ ഗൂഗിൾ എന്ന് കാണിക്കും. ഒരു സെക്കൻഡ്, നേരത്തെ നോക്കിയേ അജീഷിൻ്റെ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ വന്നില്ലേ? നമുക്ക് ഇവിടെ വ്യൂ ക്രോൾഡ് പേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അജീഷിന് വന്നേക്കുന്ന സെയിം സംഭവമാണ്. അവിടെ വ്യൂ ക്രോൾഡ് പേജ് ക്ലിക്ക് ചെയ്തേ. നമ്മുടെ പേജിൻ്റെ പ്രിവ്യൂ ഒന്നും ചിലപ്പോൾ അവിടെ കാണാൻ ചാൻസ് ഇല്ല. സ്ക്രീൻഷോട്ട് കാണിച്ച്, റൈറ്റ് സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്തേ. അപ്പോൾ അവിടെ പ്രിവ്യൂ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ലൈവ് കൊടുക്കുക. അതായത് നമ്മളെ പേജിൻ്റെ URL ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ പ്രിവ്യൂവിനെ പറ്റിയോ നമ്മളെ പേജ് എങ്ങനെ ഇരിക്കുന്നതിനെ പറ്റിയോ ഗൂഗിളിന് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ നമ്മളവിടെ ടെസ്റ്റ് ലൈവ് കൊടുക്കുക. അപ്പം ടെസ്റ്റിംഗ് ലൈവ് URL എന്ന് കാണിക്കുന്നുണ്ടാകും. അതിനുശേഷം നമുക്ക് നമ്മളെ വെബ്സൈറ്റിൻ്റെ പ്രിവ്യൂ സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മളെ പേജിനകത്തുള്ള കണ്ടൻസ് ഒക്കെ ഗൂഗിളിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ കാണിച്ചു. ഇനി റിക്വസ്റ്റ് നെക്സ്റ്റ്, ഇനി വേണമെങ്കിൽ പേജ് വ്യൂ ടെസ്റ്റഡ് പേജ് ക്ലിക്ക് ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തേ, കണ്ടോ? നമ്മൾ നേരത്തെ എടുത്ത പേജിനകത്തൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പം നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് താഴെ ഉണ്ടാകും. താഴെ നമ്മളെ ബ്ലോഗ് പോസ്റ്റൊക്കെ കാണാം. ഇതല്ലാതെ വേറെ എന്തൊക്കെയോ കണ്ടൻറ്റ് ഏതോ പേജിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പേജസും കൂടെ അതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അത് നമുക്ക് ചെയ്താൽ കുഴപ്പമില്ല. അവിടെ റിക്വസ്റ്റ് ഇൻഡെക്സിംഗ് എന്നുള്ള ബട്ടൺ കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുക, റിക്വസ്റ്റ് ഇൻഡെക്സിംഗ്. ക്ലിക്ക് ചെയ്തോ. അപ്പം ഇനി വെരിഫൈ ചെയ്യാനുള്ള ആൾക്കാർ ഡിസ്മിസ് കൊടുത്തോ. അപ്പോൾ നമ്മുടെ മെയിൻ URL മാത്രമേ നമ്മൾ സബ്മിറ്റ് ചെയ്തുള്ളൂ. വീണ്ടും ബ്ലോഗിലോട്ട് പോയേ, അടുത്ത ടാബ് എടുത്തേ. വലത് പുതിയ ടാബല്ല അടുത്ത ടാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ടാബ്. തൊട്ടടുത്ത് അത് തന്നെ. എന്നിട്ട് ഏറ്റവും താഴോട്ട് വന്നേ,
അവിടെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം കിടപ്പുണ്ടാവും. താഴോട്ടൊന്നേ, ഇത് അഴുക്ക തീമാണ്. കുറച്ച് താഴെ വന്നിട്ട് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്നുള്ള അവിടെ കണക്കണ്ട, അവിടെ എവിടെയും കിടപ്പുണ്ടാവും. ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ, ഹിസ്റ്ററി അല്ല, തൊട്ട് മുകളിലോട്ട് എടുത്തേ, കുറച്ച് മുകളിലോട്ട് എടുത്തേ. അവിടെ എവിടെയെങ്കിലും ബ്ലോഗ് പോസ്റ്റ് കിടപ്പുണ്ടാവും നിങ്ങളുടെ. എവിടെയാണ് ഈ പോസ്റ്റ് പബ്ലിഷ് ആവുന്നത്? നമ്മൾ ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് പബ്ലിഷ് കൊടുത്തില്ലായിരുന്നു? പബ്ലിഷ് കൊടുത്തില്ല. ആ, നന്നായി, അടിപൊളി. അപ്പോൾ നമ്മൾ ഇനി പോസ്റ്റിലോട്ട് വന്നോ, ആരത്തും പറയണ്ട കേട്ടോ. ഇപ്പം എത്ര പേരുണ്ട് ദൈവമേ, ഇവർക്കൊക്കെ ഞാൻ മിഠായി കുഴച്ച് കൊടുത്ത് ഞാൻ മുടിക്കുമല്ലോ. നന്നായി. ആ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ക്ലിക്ക് ചെയ്തു. ദൈവം ഉച്ചയോണ്ട് എല്ലാവരും ഉറങ്ങണുണ്ട്, ആരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. രൂപേഷ് അറിഞ്ഞെങ്കിലും അറിയാത്ത കണക്കിരിക്കുക, മൈക്കോണാക്കിയത് കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ അവിടെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ബട്ടൺ, ആ പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ, കൊടുത്തോ. വീണ്ടും പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തോ. ആ, ഇനി ആദ്യം കാണുന്ന ആ ഒരു പ്രോംപ്റ്റ് ഇല്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുക. മുകളിൽ ക്ലോസ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലോസ് ചെയ്തോ. ആ, ഇനി റൈറ്റ് സൈഡിൽ അല്ലല്ല, അവിടെ ക്ലോസ് ചെയ്യണ്ട. അവിടെ റൈറ്റ് സൈഡിൽ വ്യൂ പോസ്റ്റ് കാണിക്കുന്നുണ്ടോ? റൈറ്റ് സൈഡിൽ ഒരു നീല ബട്ടൺ കാണിക്കുന്നുണ്ട്, വ്യൂ പോസ്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ആ URL അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്തെടുത്തേ, ബ്ലോഗ് പോസ്റ്റിൻ്റെ URL അഡ്രസ്സ്. ആ, മൊത്തം കോപ്പി ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+A കൊടുത്തിട്ട് Ctrl+C കൊടുത്തു. Ctrl+C കൊടുത്തു, കുഴപ്പമില്ല. ഇനി സെർച്ച്, Ctrl+A കൊടുക്കുമ്പോൾ സെലക്ട് ഓൾ ആകും. എന്നിട്ട് Ctrl+C കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി ആകും. Ctrl+A കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ഓൾ ആകും. എന്നിട്ട് Ctrl+C കൊടുത്താൽ കോപ്പി ആകും. കോപ്പി ചെയ്ത് കഴിഞ്ഞെങ്കിൽ URL ഇൻസ്പെക്ട് ചെയ്യണ ആ ടാബിലേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ വീണ്ടും URL ഇൻസ്പെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് കൊടുക്കുക, URL അഡ്രസ്സ് പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുക്കുക. ഇനി എൻ്റർ കൊടുക്കുക. റിട്രൈവിംഗ് ഡേറ്റ ഫ്രം ഗൂഗിൾ എന്നൊക്കെ കാണിക്കുന്നുണ്ടാകും. അവിടെ കണ്ടോ ടെസ്റ്റ്, അവിടെ URL ഈസ് നോട്ട് ഓൺ ഗൂഗിൾ ആണ് കാണിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണം? മുകളിൽ ടെസ്റ്റ് ലൈവ് URL കൊടുക്കുക. അപ്പോൾ ടെസ്റ്റിംഗ് ലൈവ് URL എന്ന് കാണിച്ച് ഒരു 25-30 സെക്കൻഡ് അവിടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ടെസ്റ്റിംഗ് ലൈവ് URL കൊടുത്ത് കാണിക്കുന്നുണ്ടാകും. ഓക്കെ, ടെസ്റ്റിംഗ് ലൈവ് URL കാണിക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ കാണിക്കുന്നുണ്ടാകും. നമുക്ക് റിക്വസ്റ്റ് നെയ്സിങ് കൊടുത്താൽ അപ്പം നമ്മൾ റിക്വസ്റ്റ് നെയ്സിങ് കൊടുക്കുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലോഗിനെ ഇൻഡെക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിളിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ഡിസ്മിസ് കൊടുത്തോളൂ. ഇനി വീണ്ടും ബ്ലോഗിലേക്ക് വന്നേ. എന്നിട്ട് മുകളിൽ കണ്ടോ, നമ്മൾ അഡ്രസ്സിൻ്റെ കൂടെ .com കഴിഞ്ഞിട്ട് സ്ലാഷ് മുകളിൽ കണ്ടോ? അല്ല .com ഒരിക്കൽ കൂടെ എടുത്തേ. ആ മുകളിലുള്ള സ്ലാഷ്, ആ ഹാഷ് കളഞ്ഞിട്ട് ഒരിക്കൽ കൂടെ എൻ്റർ കൊടുത്തേ. ആ ഹാഷ് കളഞ്ഞോ? ഹാഷ് മാത്രം കളഞ്ഞാൽ മതിയേ. അത് കളഞ്ഞിട്ട് എൻ്റർ കൊടുത്തോ. ആ സ്ലാഷ് അവിടെ കിടന്നോട്ടെ, എൻ്റർ കൊടുത്തോ. എന്നിട്ട് ഒരിക്കൽ കൂടെ ആ URL കോപ്പി ചെയ്തേ. URL കോപ്പി ചെയ്തോ. ഇനി വീണ്ടും സെർച്ച് കൺസോൾ വന്നേ. അത് തന്നെ, ആ ടാബ് തന്നെ. URL ഇൻസ്പെക്ഷൻ ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്തേ. പേസ്റ്റ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. എന്നിട്ട് ടെസ്റ്റ് ലൈവ് കൊടുക്കുക ഒരിക്കൽ കൂടെ. ടെസ്റ്റ് ലൈവ് URL. ഇപ്പോൾ എന്തിനാണ് വീണ്ടും നമ്മൾ ഹോം പേജിനെ ടെസ്റ്റ് ചെയ്തെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ പോസ്റ്റ് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി റിക്വസ്റ്റ് നെയ്സിങ് കൊടുക്കാം. ഉച്ചയായതുകൊണ്ട് എല്ലാവരും ഉറങ്ങിയായതുകൊണ്ട് ആരും അറിഞ്ഞില്ല പോസ്റ്റ് പബ്ലിഷ് ചെയ്യാതെ. അല്ല, ഞാനേ നേരത്തെ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ വന്നായിരുന്നല്ലോ. അപ്പം അതുമല്ല, വേറെ എന്ത് കാര്യം അറിയോ, നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ അജീഷിൻ്റെ ബ്ലോഗ് എടുത്ത് നോക്കിയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സാധനം മിസ്സായി പോയതാണ്.
കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. നമ്മൾ പബ്ലിഷ് ചെയ്ത് അതിന് റിക്വസ്റ്റ് കൊടുത്തല്ലോ. ഇനി ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് വരുമ്പോൾ സൈറ്റ് മാപ്സ് എന്ന് കാണിക്കണുണ്ടോ? ലെഫ്റ്റ് മെനുവിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രൂപേഷിന് മിഠായി മാറ്റി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് രൂപേഷുമായിട്ട് ഒരു ഡീല് വയ്ക്കാം, ആർക്കും പറയില്ല. ഇനി നമുക്ക് ഇവിടെയാണ് സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ബ്ലോഗിലോട്ട് വന്നിട്ട് ബ്ലോഗിൽ അവിടെ നമ്മൾ wordpress.com കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക. മുകളിൽ URL അഡ്രസ്സ് അടിക്കുന്നുണ്ട്. URL അഡ്രസ്സിൽ wordpress.com കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. വീണ്ടും സ്ലാഷ് ടൈപ്പ് ചെയ്യുക. /sitmap/site.com/sitmap sitemap.xml സൈറ്റ് SITE ആണ് കേട്ടോ. SITEMAP ആണ്. SITE എൻ്റർ കൊടുത്തേ. അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പ് അവിടെ കാണാൻ പറ്റും. എന്നിട്ട് ആ സൈറ്റ് മാപ്പ് .xml എന്നുള്ളത് മാത്രം ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കാം. സൈറ്റ് മാപ്പ് .xml എന്നുള്ളത് മാത്രം കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും സെർച്ച് കൺസോളിലേക്ക് വരിക. അവിടെ നമ്മൾ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ആഡ് എ ന്യൂ സൈറ്റ് മാപ്പ് എന്ന് കാണിക്കുന്നിടത്ത് ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. മുകളിൽ കുറച്ച് മുകളിൽ അവിടെ നമ്മൾ അഡ്രസ്സ് കഴിഞ്ഞിട്ട് സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. നമ്മൾ എന്തിനാണ് സൈറ്റ് മാപ്പ് .xml മാത്രം കോപ്പി ചെയ്തെന്ന് മനസ്സിലായല്ലോ. ബാക്കി പോർഷൻ അവിടെ ഉണ്ട്. എന്നിട്ട് അവിടെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമ്മളെ ബ്ലോഗിൻ്റെ സൈറ്റ് മാപ്പിനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് സെർച്ച് കൺസോളിൻ്റെ വെരിഫിക്കേഷനെ പറ്റിയും സൈറ്റ് മാപ്പിനെ പറ്റിയും ഇനി കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. നാളത്തെ ക്ലാസ്സിനകത്ത് പഠിക്കാം. ശരിക്കും നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇത് വെരിഫൈ ചെയ്യണത് ഒരാളിനെ കാണിച്ചു കൊടുത്തേ. ഒരിക്കൽ കൂടെ സബ്മിറ്റ് ചെയ്തേ. അവിടെ കുഡിൻ്റെ ഫെച്ച് എന്നാണല്ലോ കാണിക്കണേ. ഒരിക്കൽ കൂടെ പേസ്റ്റ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തേ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുഡിൻ്റെ ഫെച്ച് എന്നൊക്കെ കാണിക്കും. എന്നിട്ട് നമ്മൾ ഡിസ്മിസ് കൊടുത്തേ. അപ്പോൾ അത് സക്സസ് എന്ന് കാണിക്കുന്നുണ്ടാവും. കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വെബ്സൈറ്റിന് ഒരിക്കൽ കൂടെ വെരിഫൈ ചെയ്യണത് പഠിച്ചായിരുന്നു. ഇത് നോക്കി ബാക്കിയുള്ള ആൾക്കാർ ബ്ലോഗ് പോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ഇനി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ആൻസി ഇതൊക്കെ ചെയ്യുമായിരുന്നു. ആൻസിയുടെ ഹെഡിങ് മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് ക്രോം ബ്രൗസർ ചതിച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണേ, അത് വെരിഫൈ ചെയ്തേനെ. അപ്പം ആൻസി ഒരിക്കൽ കൂടെ Gmail ID എനിക്ക് ടെക്സ്റ്റ് ചെയ്യണം. എൻ്റെ ഇന്നത്തെ സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി, പോവരുത്, ആരും പോവരുത്. നമ്മൾ അനശ്വരയും ഒലിയും ഇപ്പം ജോയിൻ ചെയ്യാം കേട്ടോ. ഹോൾഡ് ചെയ്തോ. ഓക്കെ, ഈ മീറ്റ് തന്നെ ഇരുന്നാൽ മതി, വെയിറ്റ് ചെയ്താൽ മതി.